പ്രാർത്ഥനയുടെ ശരീരഭാഷ. പ്രാർത്ഥനയുടെ ശരീരഭാഷ. ശരീരഭാഷയ്ക്കെന്നും പ്രാധാന്യമുണ്ട്. നമുക്ക് ഈ ശരീരഭാഷയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. വളരെ സിമ്പിളായിട്ടൊരു ടെക്നിക്ക് ഈ കൗൺസിലിങ്, ദമ്പതികളുടെ ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ വലിയ കൗൺസിലറൊന്നുമല്ല, ചുമ്മാ എന്നാലും സംസാരിക്കാനൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യും. 3 കസേര ഇടും. 3 കസേര ഇട്ടാൽ ഭാര്യ വന്ന് ഇവിടെ ഇരിക്കുകയും ഭർത്താവ് വന്ന് ഇവിടെ ഇരിക്കുകയും ചെയ്ത അർത്ഥം എന്താ? 3 കസേര ഇട്ടിരിക്കുകയാണ്, ഭാര്യ വന്ന് ഇവിടെ ഇരുന്നു, ഭർത്താവ് വന്ന് അവിടെ ഇരുന്നു. അർത്ഥം ഇവർ തമ്മിൽ എന്തോ ഉണ്ട്, അകലമുണ്ട്. അല്ല, ഇരുന്ന് നോക്കിയോ, ഇപ്പോൾ ഇരിക്കുന്ന കണ്ടാൽ അറിയാം. വീട്ടിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഇരിക്കുന്ന നോക്കിയാൽ മതി. അച്ഛൻ അവിടെയും അമ്മ ഇവിടെയും. ഇതാണ് സ്വാഭാവികം. നടുക്കെന്തോ ഒരു സ്പേസ് ഉണ്ട്. അതേസമയം നമുക്ക് അവർ വന്ന് അടുത്തടുത്ത് ആരും പറയാതെ തന്നെ അടുത്തങ്ങോട്ട് ഇരുന്നാൽ അത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. അത് ശരീരഭാഷയാണ്. ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾ മനസ്സുകൊണ്ട് അടുത്തിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ശരീരഭാഷ മനസ്സിലാക്കാം. നമ്മളോടൊരാൾ വർത്തമാനം പറയാം, നമ്മളോടൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇച്ചിരി സ്ലാൻഡ് ചെയ്യാനൊക്കെ ഒന്ന് കസേരയെ പുറമോട്ട് കിടന്നങ്ങ് കേൾക്കുക. അർത്ഥം എന്താ? നമ്മളൊരാൾ സംസാരിക്കാൻ വന്നു, നമ്മളങ്ങനെ ലീൻ ചെയ്ത് കിടന്നു, എന്നിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അർത്ഥം നീ പറയുന്ന കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് മുമ്പോട്ടായി. അല്ല, ഇഷ്ടമൊക്കെ ഉള്ള കാര്യം പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ആഞ്ഞു വരുമല്ലോ. ഇഷ്ടമുള്ളവരും പറയുമോ ഇല്ലേ? ശ്രദ്ധിച്ചു, മുമ്പോട്ട് ഇങ്ങനെ ഒന്നായി. അതിൻ്റെ അർത്ഥം നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് എന്തുണ്ട്, താല്പര്യമുണ്ട്. പുറമോട്ട് പോകും തോറും അതിൻ്റെ അർത്ഥം എനിക്കിപ്പം വലിയ മൂഡിലൊന്നുമല്ല, കേൾക്കാൻ വലിയ താല്പര്യം. താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ബോഡി തണ്ട് ഇങ്ങനെ വരും, മുമ്പോട്ട് ലീൻ ചെയ്യും. അർത്ഥം നീ പറയുന്നത് കേൾക്കാൻ എനിക്കെന്തുണ്ട്, ഇഷ്ടമുണ്ട്. നമുക്കൊരാൾ കൈ തരികയാണ്. ബോഡി ലാംഗ്വേജിനകത്ത് കുറേ കാര്യങ്ങൾ. എനിക്കിപ്പോഴും എൻ്റെ കുഞ്ഞിലെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. വളരെ ചെറുപ്പത്തിൽ പറഞ്ഞൊരു കാര്യം, അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം. ഏതോ ഒരു ഫോട്ടോ കാണിച്ച്, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ബഹുമാന്യ മാതാവ് അമേരിക്കൻ പ്രസിഡന്റിന് കൈ കൊടുക്കുന്ന ഒരു ചിത്രം. അമേരിക്കൻ പ്രസിഡന്റിന് കൈ കൊടുത്ത്. പക്ഷെ ആ പത്രത്തിൽ വന്ന ചിത്രം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ചിത്രം എൻ്റെ ഓർമ്മയുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആടെ കൈ ഇങ്ങനെ കൊടുക്കുകയും അവരുടെ കൈ മേളിലായി ഇങ്ങനെ തിരിച്ചു പിടിച്ചു. കൈ ഇങ്ങനെ കൊടുത്തിട്ട് തിരിച്ചു പിടിച്ചു. അപ്പം ഒരാളുടെ കൈ എവിടായി? മേളിലായി. അങ്ങനെ ഒരാൾ കൈ കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്നാ? അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യൻ പ്രധാനമന്ത്രി കൈ കൊടുത്തപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൈ മേളിലായി. അർത്ഥം അവിടെ ഒരു ബോഡി ലാംഗ്വേജാണ്. നീ എന്നാ വലിയ സാമ്രാജ്യത്തെ ശക്തിയാണെങ്കിലും എൻ്റെ കൈ നിൻ്റെ മേലിരിക്കും. നമുക്കൊരാൾ കൈ തന്നിട്ട് കൈ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മളറിയത്തില്ല, അവൻ്റെ കൈ മേളിലാണെങ്കിൽ കൈ കൊടുക്കുന്നത് സൂക്ഷിച്ചോണം. എപ്പോഴും അവർക്കൊരു അപ്പർ ഹാൻഡിലാണ്. അതേസമയം ഒരാൾക്ക് നമ്മൾ കൈ കൊടുക്കുമ്പോൾ 2 വിരൽ കൊണ്ടാണ് ഇങ്ങനെ തരിക, ഒരുമാതിരി ബലമില്ലാത്ത കൈ. അർത്ഥം ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടാണ് ഇങ്ങനെ കൈ കൊടുത്തേ, ജോലി കിട്ടുമോ? ഇല്ല. എന്നാൽ ഇപ്പോഴത്തെ കുറേ പിള്ളേരെ സെറ്റുണ്ട്, അവന്മാർക്ക് കൈ കൊടുത്ത് നമ്മുടെ ഒരം പോവും. ഇട്ടൊരു കുലുക്ക, ഇവൻ ഈ ഡമ്പിളൊക്കെ എടുത്തിട്ട്. അർത്ഥം എനിക്ക് ഭയങ്കര ബലമാണെന്നുള്ളൊരു ഒരു സിമ്പലാണ്. അപ്പം ഓരോ ലാംഗ്വേജിനും ഇനി ബോഡി ലാംഗ്വേജൊക്കെ ഒത്തിരി കാര്യങ്ങളാണ്. ഈ വണ്ണമുള്ള നീളം കുറഞ്ഞ ഉരുണ്ട അമ്മമാരുണ്ട്. അവരാണോ മക്കളെ, മോനെ, ചക്കനെ എന്നൊക്കെ വിളിക്കുന്നത്? അതോ ഈ മെല്ലിച്ച നീളമുള്ള ആൾക്കാരായിരിക്കുമോ? ശ്രദ്ധിച്ചോ? എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. കൂടുതലും ഈ ഗുണ്ടുമണി സാധനങ്ങളില്ലേ, കൊച്ചു മനുഷ്യർ വണ്ണമല്ല, മുനി പ്ലേ എന്നുണ്ട്, മറ്റവരൊക്കെ ഹായ് എന്ന് പോകും. കുറച്ചുകൂടെ സ്നേഹം പ്രകടിക്കുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള അമ്മമാരായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയോ, 10 അമ്മമാരെ ഒന്ന് മനസ്സിലെടുത്താൽ മതി. പക്ഷേ ഈ ഭയങ്കര മെല്ലിച്ച് പൊക്കമുള്ളവരൊക്കെ ഹായ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നതല്ലാതെ
അപ്പോൾ അതൊരു ബോഡി ലാംഗ്വേജാണ്. എക്സെപ്ഷൻസ് എല്ലാത്തിനകത്തുമുണ്ട്. അപ്പം ബോഡി ലാംഗ്വേജിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ശരീരഭാഷ സ്വർഗം നോക്കും. അപ്പോൾ അതിനകത്തുനിന്ന് ഒത്തിരി കാര്യത്തിന് സ്വർഗം മനസ്സിലാക്കും. അപ്പോൾ സ്വർഗം മനസ്സിലാക്കുന്ന വേദപുസ്തകത്തിലുള്ള പ്രാർത്ഥനയുടെ ചില ശരീരഭാഷകൾ എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാമത് അധ്യായം, 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം. 1 തിമോഥെയോസ് 2:8. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, വേദപുസ്തകം പറയുകയാണ്, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ശരീരഭാഷ ഇവിടെ പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. ഒന്ന് കൈ ഉയർത്തിക്ക്, എല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്ക്, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. ഈ കൈക്ക് ഭയങ്കര അർത്ഥമുണ്ട്. കൈക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്താണ്? കൈപ്പത്തിയാണ്. ഇതിനായിരിക്കും ഇവർ ഈ കൈപ്പത്തിയൊക്കെ തിരഞ്ഞെടുത്ത്. വേറെ എന്തെല്ലാം എടുക്കാം? കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? കൈ കൊണ്ടാണ്. ഒരാൾ വീണ എഴുന്നേൽപ്പിക്കണേ എന്ത് വേണം? കൈക്ക് പിടിക്കണം. ഒരാളെ താങ്ങണേ എന്ത് ചെയ്യണം? കൈക്ക് പിടിക്കണം. ഒരു കുഞ്ഞിനെ എടുക്കണേ എന്ത് ചെയ്യണം? കൈക്ക് പിടിക്കണം. അപ്പം കൈക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ കൈകളുടെ അധ്വാനപരം, അധ്വാനിക്കുന്നത് കൈ കൊണ്ടാണ്. അങ്ങനെ എന്തെല്ലാം അർത്ഥങ്ങൾ കൈക്കുണ്ട്. കൈപ്പത്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിഹ്നം. എന്നാൽ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ചിഹ്നം നോക്കി, സുസി പോലെയൊക്കെയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പോസ്റ്ററൊക്കെ അടിക്കുമ്പോൾ ആ പോസ്റ്ററൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്കൊരു ചിഹ്നം കാണും. ഇങ്ങനൊരു കൈ ആയിരിക്കും, ഇങ്ങനൊരു കൈ. അതിൻ്റെ അർത്ഥം എന്താ? ഈ കൈയുടെ അർത്ഥം എന്നാ? ഇങ്ങനെ ചുരുട്ടിയ ഈ കൈ. ഇടിക്കാൻ നോക്കത്തില്ല, ഇടിക്കണം ഇങ്ങനെ ഇടിക്കണം. ഇങ്ങനെ ഇടിക്കുന്ന കൈയുടെ അർത്ഥം എന്താ? ഒരു വാക്കാണ്, നേടിയെടുക്കും. അവകാശങ്ങൾ നേടിയെടുക്കും. അപ്പോൾ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്ന കൈ അതെല്ലാവരും ഉണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച് വീണ കഞ്ഞ അമ്മയെ കണ്ടില്ല, അവന് വിശന്ന് പാല് കിട്ടണം. കുഞ്ഞ് കരയുന്ന കണ്ടിട്ടുണ്ടോ? കുഞ്ഞ് കരയും. ആ കുഞ്ഞ് കരയുമ്പോൾ കൈമുഷ്ടി എങ്ങനെ ഇരിക്കും? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കുഞ്ഞിനെ പ്രസവിച്ചവരെങ്കിലും. കുഞ്ഞ് പ്രസവിച്ച് കരയുമ്പോൾ കുഞ്ഞിൻ്റെ കൈ എങ്ങനെ ഇരിക്കും? കുഞ്ഞിൻ്റെ കൈ എങ്ങനെ ആയിരിക്കും കരയുന്നേ? ഇങ്ങനെയാണ് കരയുന്നത്. എന്തിനാ അങ്ങനെ കരയുന്നേ? എന്തിനാ കരയുന്നേ? കുഞ്ഞ് അമ്മയോട് പറയാണ്, അമ്മ പാല് തരണം. അത് ഔദാര്യമൊന്നും അല്ല, എൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഔദാര്യമാണോ? കുഞ്ഞിൻ്റെ അവകാശമാണോ? കുഞ്ഞിൻ്റെ അവകാശം. ആ കുഞ്ഞിൻ ലോകത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, നേടിയെടുക്കും. അവകാശങ്ങൾ നേടിയെടുക്കും. അമ്മ ഇവിടെ വാ, ഇവിടെ പോയിരിക്കാം മര്യാദയ്ക്ക്, അത്രയും പറയാൻ അറിയത്തില്ല. പക്ഷെ ചുരുട്ടിയ കൈ കൊണ്ട് അവൻ അമ്മയെ അവിടെ വിളിച്ചു വരുത്തും. അതുവരെ ഇങ്ങനെ ഇരിക്കും. അർത്ഥം പിടിച്ചു മേടിക്കും. എൻ്റെ അവകാശം, അമ്മ എൻ്റെ അവകാശ. പാല് തരിക ഔദാര്യമല്ല, പാല് തരുന്ന അവകാശമാണ്. അമ്മ ഇവിടെ വന്ന് ഇരിക്കണം. അപ്പം ചുരുട്ടിയ കൈ ഒരു ഭാഷയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കും. എന്നാൽ കോപവും വാഗ്വാദവും വിട്ടകന്ന് അന്ന് നോക്കിയേ. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും, 1 തിമോഥെയോസ് 2:8, എല്ലായിടത്തും എന്തുപേക്ഷിക്കണം? കോപവും വാഗ്വാദം വിട്ടകലണം. എന്നിട്ട് വിശുദ്ധ കൈകളെ ഓർത്ത്. അപ്പോൾ കോപവും വാഗ്വാദവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കൈ എങ്ങനെ ആയിരിക്കും? ചിന്തിച്ചു. നമുക്ക് ദേഷ്യം വരുന്നു, നമ്മളൊരാളോട് ആർഗ്യൂ ചെയ്യുന്നു. ചുമ്മാ ഇരിക്കും, ദേഷ്യം വരത്തില്ലല്ലോ. നമ്മളൊരാളോട് ആർഗ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കൈ എങ്ങനെ ഇരിക്കും? ഒന്നുകിൽ വിരൽ ചൂണ്ടും, അല്ലെങ്കിൽ കൈ ചുരുട്ടും. ഒരിക്കലും കൈ ഉയർത്തി ദേഷ്യപ്പെടുവോ? സ്തോത്രം. ദേഷ്യപ്പെടുവോ? ഇല്ല. അപ്പം പ്രാർത്ഥിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ആരുടെ നേരം വിരൽ ചൂണ്ടാത്തവർക്ക് സ്വർഗത്തേക്ക് കൈ ഉയർത്താനൊക്കത്തുള്ളൂ. ഈ വിരൽ ചൂണ്ടുകയും
മുഷ്ടി ചുരുട്ടിയൊക്കെ ചെയ്തിട്ട് സന്ധ്യയ്ക്ക് വന്ന് കൈ ഉയർത്തല്ലേ, ഒത്തിരി പാടാ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഭാഷ പ്രാർത്ഥനയുടെ ഒന്ന് കൈ ഉയർത്തണം, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം. കൈ ഉയർത്തുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്ക പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു അറിവ്, പോലീസ് വന്ന് വാഹനമൊക്കെ ഇൻസ്പെക്ട് ചെയ്താ, നിർത്താൻ ആവശ്യപ്പെട്ട പോലീസുകാരൻ കൊണ്ട് നടന്നു വരുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കൈ എടുത്തിട്ട് പോക്കറ്റിൽ കൈയിടാൻ ശ്രമിച്ച അപ്പം ഷൂട്ട് ചെയ്യും. അപ്പം ഷൂട്ട് ചെയ്തിരിക്കും പോലീസുകാരൻ. എന്താ കാര്യം എന്നറിയാമോ? പോക്കറ്റിൽ കൈ ഇടുമ്പോൾ അവൻ കണക്കുന്ന ഒരു സന്ദേശമുണ്ട്, എൻ്റെ കയ്യിൽ എന്തുണ്ട്? തോക്കുണ്ട്. അവരും മനുഷ്യരാ, അവർ പേടിച്ചാണ് വരുന്നത്. ഇനി എങ്ങാനും വെടിവെച്ചോ എന്തോ ചെയ്യും, അപ്പോൾ അവർ ഷൂട്ട് ചെയ്യും. അപ്പോൾ അവർ ഷൂട്ട് ചെയ്യും. ഇതാണ് പോലീസുകാർ ചെയ്യുന്നത്. അതുകൊണ്ട് കൈ ഒരിക്കലും പോക്കറ്റിടാൻ അവർ സമ്മതിക്കത്തില്ല. കൈ സ്റ്റീറിങ്ങിൽ തന്നെ ഇരിക്കണം. അപ്പം ചുരുട്ടിയ കൈയും ചൂണ്ടുന്ന വിരലും ഒക്കെ ഉള്ളവർക്ക് ഒരിക്കലും സ്വർഗത്തേക്ക് കൈ ഉയർത്താനൊക്കത്തില്ല. ഇതൊഴിവാക്കിയെങ്കിലേ സ്വർഗത്തേക്ക് കൈ ഉയർത്താനൊക്കത്തുള്ളൂ. എങ്ങനെ ഉയർത്തി പ്രാർത്ഥിക്കണം? വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. കോപവും വാഗ്വാദവും വിട്ടകണം. വിശുദ്ധ കൈകളെ ഉയർത്തണം. ഇനി നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. 17-ാം അധ്യായത്തിൽ ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വരുമ്പോൾ, രഫീദിമി വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുക. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട അമാലേക്കിനോട് യുദ്ധം ചെയ്യും. ഞാൻ നാളെ കുന്നിന് മുകളിൽ ദൈവത്തിൻ്റെ മട്ടി കൈ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് ചെയ്തതുപോലെ യോശുവ യുദ്ധത്തിന് പോയി അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ്റെ മുകളിൽ കയറി. താഴെ യുദ്ധം നടക്കുകയാണ്. താഴെ യുദ്ധം നടക്കുമ്പോൾ ഇത് വലിയൊരു ചിത്രമാണ്. ഇതാണ് ശരിക്കും സഭയുടെ ഒരു ചിത്രം. മോശ കുന്നിൻ്റെ മുകളിൽ നടക്കും. താഴ്വാരത്തിൽ എന്ത് നടക്കുന്നു? യുദ്ധം നടക്കുക. നമ്മളിന്ന് ആയിരിക്കുന്ന ഈ ഭൂമി, കോവിഡാനന്തര ഭൂമി, വല്ലാത്ത ഒരു യുദ്ധഭൂമിയാണ്. നമ്മൾ എന്തിനോടെല്ലാം യുദ്ധം ചെയ്യണം. ഞാൻ എളിയദാസൻ കോവിഡിന് ശേഷം കണ്ടുമുട്ടിയ ഏറ്റവും വലിയ പ്രതിഭാസം ഭയങ്കര സ്പിരിച്വൽ വാർഫെയറിൻ്റെ ലോകമാണ്. ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷനിലേക്ക് പോയി. സത്യമാണോ? ഒത്തിരി മക്കൾ എന്തി പോയി? ഡിപ്രഷനിൽ പോയി. നിങ്ങൾക്ക് എന്നോട് വിരോധിക്കാം, പക്ഷേ നമ്മുടെ അനുഭവങ്ങളെയൊക്കെ നിഷേധിക്കാനൊക്കെ. പെന്തക്കോസ്ത് സഭകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൃപാവര ശുശ്രൂഷകൾ. കൃപാവര ശുശ്രൂഷകളിൽ രോഗശാന്തിയുണ്ട്, ഭൂതോച്ചാടനമുണ്ട്, വീര്യപ്രവൃത്തി, ഭൂതങ്ങളെ പുറത്താക്കാം. എൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്റർ 50 മക്കളുമായിട്ട്, 50 കുഞ്ഞുങ്ങൾ മാത്രമായിട്ട്, വലിയ മെഗാ ക്യാമ്പൊന്നും അല്ല, ഭയങ്കര എഫക്റ്റീവാണ്. 10 ദിവസം തൻ്റെ വീട്ടിൽ താമസിച്ചു. 2 പാസ്റ്റർമാർ 50 മക്കളായിട്ട് വീട്ടിൽ താമസിച്ചു. 10 ദിവസം ഇരുന്ന് ആ മക്കളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. വേറെ ഒന്നുമില്ല. പ്രാർത്ഥന, ആരാധന, അവരോട് സംസാരിക്കുക, അവരൊന്നിച്ച് കഴിക്കുന്നു, കുടിക്കുന്നു, അവിടെ തന്നെ താമസിച്ചു. 50 പിള്ളേരുമായിട്ട് 10 ദിവസം. ഇന്നലെ ഞാൻ എന്നോട് ആ ദേവദാസ് ഒരു സംഭവം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഭൂതം ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടോ ഡാനി? അല്ലേ? കണ്ടിട്ടുണ്ട്. ഭൂതം ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഭൂതം ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭൂതം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ ശാസ്ത്രം വിടത്തുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. മറ്റേ ഇങ്ങനെയൊക്കെ പോരാടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഭൂതമൊക്കെ ആയിട്ട്. അപ്പോൾ അവർ ചോദിക്കും, നീ ആരാണ്? നീ എവിടെ നിന്നാണ് വന്നേ? അപ്പോൾ ഇന്നാരാണെന്നൊക്കെ പറയും. പൊയ്ക്കോ, സത്യം ചെയ്തൊക്കെ അങ്ങ് പോകും. എൻ്റെ സുഹൃത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ ഭൂതം ഇളകി. നീ ആരാണ്? ഞാൻ പബ്ജിയാണ്. നിങ്ങൾ വിശ്വസിക്കോ? നീ ആരാണ്? ഞാൻ ഫ്രീ ഫയറാണ്. നീ ആരാണ്? ഞാൻ സെക്സ് വീഡിയോ ആണ്. ഈ ഓരോന്നും പറഞ്ഞ് ഭൂതം ഇറങ്ങിപ്പോയെന്ന് കേട്ടപ്പോൾ
ഇനിയുള്ള ലോകത്ത് എന്തൊരു യുദ്ധം നടക്കുന്നേ. ഈ വാർഫെയറിലാണ് അന്ന് ഇസ്രായേലും അമാലേക്കരുമായിട്ട് യുദ്ധം. ഇന്ന് ദൈവസഭയ്ക്ക് ഫ്രീ ഫയറും പബ്ജിയും ഒക്കെ ആയിട്ടാണ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. ഈ മക്കളൊക്കെ വന്നിരിക്കുക ലഹരിയുടെ ലോകത്തിലേക്ക് പോകുന്നു. സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഈ യുദ്ധത്തിൻ്റെ നടുവിലാണ് സഭ യുദ്ധം, സ്പിരിച്വൽ വാർഫെയർ. ഇവിടെയാണ് സഭയുടെ ഒരു ചിത്രം വെളിപ്പെടേണ്ടത്. അവിടെ ഒരൊറ്റ യുദ്ധമുള്ളൂ. നമുക്കടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല, ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുമ്പോൾ ഈ പോരാട്ട ഭൂമിയിൽ നമ്മുടെ ആയുധമുണ്ട്, ഉയർത്തിയ കരം. ഉയർത്തിയ കരം. എനിക്ക് നല്ല സ്മാർട്ടായിട്ടുള്ള 3 ആമ്പിള്ളേരെ വേണം. ആരെങ്കിലും ഓടി വന്നേ, 3 പേര് ഒരു കസേരയായിട്ട് വന്നേ. 3 നല്ല മിടുക്കര് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. മോനെ അതൊന്നും കാണിക്കണേക്കളെ. 3 പേര് മാസ്ക് വെക്കുവോ വെക്കാതിരിക്കുവോ ഒക്കെ ചെയ്യുക. ഒരു കസേര കൂടെ മോനെ, ആ കസേര കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കസേരയായിട്ട് വരിക. അപ്പോൾ യുദ്ധമാണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? സത്യം പറ. 1000 അമ്മമാർ ഈ പബ്ജിയുമായിട്ട് യുദ്ധം ചെയ്യുന്നില്ലേ? അവിടെ ഇരുന്ന പബ്ജി അല്ലെ ഫ്രീ ഫയർ കൊച്ചിൻ്റെ ഓൺലൈനുമായിട്ട് ഞാൻ യുദ്ധത്തിലാണെന്ന് സത്യസന്ധമായിട്ട് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ഞാൻ കുറേ ആരുമില്ല ഇവിടെ. പേടിയാ. അവനപ്പുറത്തിരുന്ന് കൈ ചീട്ടി ചെല്ലുമ്പം ശരിയാക്കുക എങ്ങാനും കൈ ഉയർത്തേക്ക്. കൊച്ചു തൊട്ട് വലിയൊരു വരെ ഈ ഒരു യുദ്ധത്തിലാണോ? സത്യം പറ. ആണോ? ആണെങ്കിൽ പിന്നെ കൈ ഉയർത്തില്ല. പേടിയാണോ? ഞാൻ ഈ യുദ്ധത്തില്ല, എല്ലാവരും യുദ്ധത്തില്ല. അപ്പോൾ ഈ ഒരു യുദ്ധം ആണ്. ഇത് സത്യമാണ്, നിഷേധിക്കാനൊക്കാത്തൊരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യ ഭൂമിയിൽ നമ്മളൊരു യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിൽ സഭയ്ക്ക് ഇനിയും മനുഷ്യർക്കുള്ള ആശ്രയം എവിടെയാണ്? ഒരേ ഒരാശ്രയം. താഴ്വാരത്ത് യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധഭൂമിയിൽ മോശയുണ്ട്. മോശയുടെയാണ് ദൗത്യം. മോശയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള ഒറ്റ ആയുധമുള്ളൂ. നമ്മുടെ കൈ വടിവാളില്ല, നമ്മുടെ കൈ കൈബോംബില്ല, നമ്മുടെ കൈ ആസിഡ് ബൾബില്ല. നമുക്കുള്ള യുദ്ധതന്ത്രം ആയുധം ഒന്ന് ഉയർത്തിയ കൈയാണ്. ഈ ഉയർത്തിയ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മോശ. ഞാൻ മോശയായിട്ട് വിളിക്കുകയാണ്. മോശ ആരാണ്? ലീഡറാണ്, ദൈവമാക്കിയ ലീഡർ. മോശ ഇങ്ങനെ കൈ ഉയർത്തി നിന്നില്ലേ, ഒരു പ്രശ്നമുണ്ട്. മോശയുടെ കൈ താണുപോയ ഒരു കുഴപ്പം, അപ്പം താഴെ അടി കിട്ടും. താഴെ അടി കിട്ടും. അമാലിക്കും കയറി അടിക്കും എന്ന് പറഞ്ഞാൽ വിഷാദരോഗം കയറി അടിക്കും, ആത്മഹത്യ കയറി അടിക്കും, ലഹരി കയറി അടിക്കും. ഈ അടി ഉണ്ടാകാതിരിക്കാൻ യുദ്ധം ചെയ്യിക്കാൻ. യുദ്ധമാണ്, ചെറിയ കാര്യമല്ല, യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ജയിക്കാൻ ഒറ്റ വഴിയുള്ളൂ. മോശ എന്ത് ചെയ്യണം? കൈ ഉയർത്തിപ്പിടിക്കണം. പക്ഷെ മോശ ആരാ? മോശ ഒരു ഫോളൻ ബോഡിക്കകത്ത് ജീവിക്കുന്ന ആളാണ്. എല്ലാവരും മനുഷ്യരാ. കുറച്ച് കഴിഞ്ഞപ്പോൾ മോശ ക്ഷീണിച്ചപ്പം അഹരോനും ഹൂരും കൂടെ കുന്നിൻ്റെ മുകളിൽ കയറി. ഒരുവനേക്കാൾ 20 നല്ലതാ. 2 or 3 പേർ എൻ്റെ നാമത്തെ. 3 പേര് പോയി. അവരൊരു കാര്യം ചെയ്തു. മോശയെ ഒരു കൈക്ക് ഭാരം തോന്നിയപ്പോൾ കല്ലെടുത്ത് വെച്ച് അവനെ അതിലിരുത്തി. മോശ ഇരുത്തി. പക്ഷെ മോശ ഇരുന്നിട്ട് കാര്യമില്ല. മോശ ഇരുന്ന താഴെ യുദ്ധം തോക്കും. അപ്പം എന്തോ ചെയ്തു? ഒരു കല്ലിന്മേ ഇരുത്തിയിട്ട് മോശയോട് പറഞ്ഞു കൈ ഉയർത്തിപ്പിടിച്ചു. അഹരോനും ഹൂരും അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് താങ്ങിപ്പിടിച്ചു. എല്ലാവർക്കും കാണാം. ഇത് വീഡിയോ കാണുന്നവർക്കൊക്കെ കാണാമോ? കാണാവുന്നവർ ആ സൂമി ഒന്ന് കൈപൊക്കിക്കേ. ഇതാണ് സഭ. ഇതായിരിക്കണം സഭ. ഇല്ല, തോറ്റു. ഈ കൈ താങ്ങുമ്പോൾ ഞാനൊരു ദൈവദാസനാണ്, ഞാനൊരു പൊതുസുഖൃഷനല്ല. ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബേസിക്കലി ഐ ആം എ പാസ്റ്റർ. ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചെങ്കിൽ മാത്രമേ ഇനിയുമുള്ള കോവിഡാനന്തര യുദ്ധത്തിൽ നമുക്ക് ജയിക്കാനൊക്കത്തുള്ളൂ. ഇസ്രായേൽ ജയിക്കാന്ന് പറഞ്ഞാൽ സഭയല്ല ജയിക്കുന്ന. ഓരോ കുടുംബത്തിൻ്റെ ജയത്തിന് വേണ്ടി ഒരു കൈ ഇങ്ങനെ ഉയർന്നിരിക്കണം. പക്ഷെ ആ കൈ എപ്പോഴൊക്കെയോ താങ്ങും.
താങ്ങി നിർത്തണം, അല്ലേ തളരും. കൈവിട്ട മക്കളെ, കുറച്ചു നേരം കഴിയുമ്പോൾ ഈ മോൻ നല്ല മിടുക്കനാണെങ്കിലും നല്ല പവർഫുൾ പ്രെയറായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല പവർഫുൾ പ്രെയറാണ്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കൈ അത്ര നേരം ഉയർത്തിപ്പിടിക്കാനൊക്കെ ഒക്കില്ല. ഇവിടെയാണ് നമുക്ക് ആവശ്യം. അഹരോനും ഹൂരും കൂടി ഇങ്ങനെ താങ്ങി പിടിക്കണം. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് ചോദിക്കുക, എനിക്ക് കർത്താവ് ഒന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിലും കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ താങ്ങി നിർത്താൻ ഞാനുണ്ടെന്ന് പറയാൻ കഴിയുന്നവരൊക്കെ ഒന്ന് കര ഉയർത്തി. മോശയുടെ കരം, ദൈവദാസൻ്റെ കരം താങ്ങിപ്പിടിക്കാൻ എനിക്കൊരു ശുശ്രൂഷയ്ക്ക് കഴിയും. ഇത് ആർക്കും ചെയ്യാം, ഒരു കുഞ്ഞിന് പോലും ചെയ്യാം. എങ്ങനെ താങ്ങാം? പ്രാർത്ഥനയിൽ താങ്ങാം. എങ്ങനെ താങ്ങാം? ഒരു വാക്കുകൊണ്ട് താങ്ങാം. എങ്ങനെ താങ്ങാം? പല രീതിയിൽ താങ്ങാം. സാമ്പത്തികം മാത്രമല്ല താങ്ങ്, നല്ലൊരു വാക്കുകൊണ്ട് താങ്ങാം, നല്ലൊരു പ്രാർത്ഥന കൊണ്ട് താങ്ങാം, നല്ലൊരു ഉപവാസം കൊണ്ട് താങ്ങാം. ഞാനുണ്ട്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഹൂരിൻ്റെ കൊച്ചുമകൻ ബെസലേലിനെയൊക്കെ നാം കാണുന്നുണ്ട്. ദിവ്യജ്ഞാനം കൊടുത്ത് ആലയം പണിയാൻ വേണ്ടി ലോകം കണ്ട ഏറ്റവും വലിയ ആർക്കിടെക്റ്റായിട്ടൊക്കെ ആക്കിയത് ഹൂരിൻ്റെ കൊച്ചുമകനെയാണ്. താങ്ങുന്നതൊക്കെ തമ്പുരാൻ കാണും. അതുകൊണ്ടാണ് നാം പാടുക, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോൾ ആരാധ്യൻ ആരുമില്ല. എൻ്റെ കരം മോശയെ താങ്ങുന്ന കരമായി മാറാൻ, നിങ്ങളുടെ ദൈവദാസനെ താങ്ങാൻ കർത്താവിന് ആൾക്കാരെ വേണം. അദ്ദേഹം, ഞാൻ ഒന്ന് ബഹുമാനത്തോട് ചോദിച്ചോട്ടെ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ലിജിമോൻ പാസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് വരാം. പറയും വയ്യായെങ്കിലും ഐ നോ ദാറ്റ്. ക്യാമറയിൽ കിട്ടണം. ഈ ദൈവദാസൻ്റെ കരം പ്രാർത്ഥനയെ താങ്ങാൻ, ഈ ദൈവദാസൻ്റെ കരം, ഈ ദൈവദാസർ ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കുന്നവരാ. താങ്ങി നിർത്താൻ ഒരു അഹരോനെ പോലെ, ഹൂരിനെ പോലെ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അതിന് എല്ലാവരും ഡെഡിക്കേറ്റഡാണ്. പക്ഷെ ഓരോ യോഗവും റീഡെഡിക്കേഷനാണ്, ഓരോ യോഗവും പുനഃസമർപ്പണമാണ്. ഞാൻ അതിനെ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ് തന്നെ ഒന്ന് താങ്ങി നിർത്താൻ. താങ്ങ് ആവശ്യമല്ലേ? തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന്. സൂമി നിൽക്കുന്നവർ തയ്യാറാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങളോടൊന്ന് എഴുന്നേക്കാമോ? നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ മുഖമൊന്നും നോക്കണ്ട. ലൈവ് കാണുന്നവരെ ഞാൻ കാണത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എഴുന്നേക്കാം. ദൈവം അതെല്ലാം കാണുക. നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പറ, കർത്താവെ താങ്ങാൻ കരങ്ങൾക്ക് ശക്തി തരണേ, ഞാനുണ്ട് താങ്ങാൻ. അങ്ങനെ താങ്ങി നിർത്തുന്ന കരങ്ങൾക്ക് ബലം കിട്ടാൻ, എന്നാലേ ഈ കൈ ഇങ്ങനെ ഉയർന്നു നിൽക്കത്തുള്ളൂ. ഈ കൈ ഉയർന്നു നിന്നെങ്കിലേ യുദ്ധം ജയിക്കത്തുള്ളൂ. യുദ്ധം ഭയങ്കര കൊടും ഭീകര യുദ്ധമാണ് നടക്കുന്നത്. ഞാൻ പറയുന്ന ഒന്ന് എനിക്ക് അനുഭവത്തിൽ നിന്നും തീച്ചുളയിൽ നിന്നുകൊണ്ട് പറയുക, കൊടും യുദ്ധമാ, സ്പിരിച്വൽ വാർഫെയറാ, ആത്മീയ യുദ്ധമാ. പിടിച്ചു നിൽക്കണം. സിംഹത്തിൻ്റെ വായിന്ന് ഒത്തിരി എണ്ണത്തെ എടുക്കണമെങ്കിൽ കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കണമെങ്കിൽ താങ്ങി പിടിക്കണം. അതിനാണ് ദൈവസഭയെ കർത്താവ് വിളിക്കുന്നത്. കരങ്ങളെല്ലാം ഉയർത്തിപ്പറ, എനിക്കതിനുള്ള ശക്തി കിട്ടണേ, ഞങ്ങളുടെ ദൈവദാസനെ താങ്ങുവാൻ. ഒരു പക്ഷേ മറ്റിതര സഭകളിൽപ്പെട്ടവർ കേൾക്കുന്നുണ്ടായിരിക്കാം. ഐ റെസ്പെക്ട് യു, ഓണർ യു. നിങ്ങളുടെ സഭകളിലെ ദൈവദാസന്മാരെ താങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്ര. ദൈവം അനുഗ്രഹിക്കണമേ. ഈ ദാസൻ്റെ കൈ താങ്ങിപ്പിടിക്കുവാൻ, ക്ഷീണിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട്, ബലഹീനപ്പെടും തോന്നുമ്പോൾ പ്രാർത്ഥന കൊണ്ട്, കർത്താവെ എവിടെയോ ഒന്ന് തളരുന്നു തോന്നുമ്പോൾ, മൂർച്ച കുറയും തോന്നുമ്പോൾ ഉപവാസം കൊണ്ട്, കർത്താവെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ കർത്താവെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ ദാസന്മാരുടെ കരങ്ങളെ താങ്ങിപ്പിടിക്കുവാൻ തീരുമാനിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയെ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന മുഴുവനത്തെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ പ്രാർത്ഥിക്കുന്നു. പ്രാദേശിക സഭകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള കർത്തൃദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന
അനുഗ്രഹിക്കുന്നു. കൂട്ടു ശുശ്രൂഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൽഡേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഷേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ നിലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ താങ്ങുന്ന കരങ്ങൾ ഇവിടെ അധികമായി എഴുന്നേക്കട്ടെ. താങ്ങി നിർത്തുന്ന സഭയായി മാറട്ടെ. കർത്താവെ, താങ്ങുന്ന കരങ്ങൾ എഴുന്നേക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ള വലിയൊരു അഭിഷേകം, തളർത്തുന്നതല്ല, താങ്ങുന്ന കരം. ഋഗനം ദിഗനം രഗജം ദഗനം ധാരം ധേരം ഷൈഡം വൈഡം ദരകനം ഋഗജം അർക്കല ഗന്ധന റിക്കന വച്ചന വൈഡപരന്തന റിക്കന ധാരകരന്തല റിക്ക ധേരം അർഘധേരം ചാരം ധേരം 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 ഋഗജം ദഗനം ദഗനം ധാരം ഇടപര ശകനം ദിഗനം രഗജം ദഗനം ധാരം ധേരം ഋഗജം ദഗനം ഋഗജം അർക്കല ഗന്ധന റിക്കല വച്ചന വൈഡപരന്തന റിക്കല ധാരക രക്ഷണ സന്ദര് റീകത്തരകം ശകനം ദിഗനം രഗജം ധാരം രഗജം രഗലം ദിഗനം. യേശുവേ, ഈ മക്കൾക്ക് അതിനുള്ള ബലം കൊടുക്കണേ. ഈ മക്കൾക്ക് അതിനുള്ള ശക്തി കൊടുക്കണമേ. അതിനുള്ള ഭാരം കൊടുക്കണമേ. അതിനുള്ള ആത്മാർത്ഥത കൊടുക്കണമേ. അതിനുള്ള കാഴ്ചപ്പാട് കൊടുക്കണമേ. അതിനുള്ള ഹൃദയബലം കൊടുക്കണമേ. അതിനുള്ള ഹൃദയശക്തി കൊടുക്കണമേ. അങ്ങനെയുള്ള വെട്ടിപ്പുള്ള കൈകൾ എഴുന്നേൽക്കണമേ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ശരീരഭാഷ നാം കണ്ടു. കരങ്ങൾ ഉയർത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കൊരു ജയമുണ്ട്. അവിടെ ഒരു കൊടി ഉയർന്നു. അവരാ സ്ഥലത്തിന് പേരിട്ടു യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. കരമുയർത്തിയാൽ ഒരു കൊടി ഉയരും. ആ കൊടി ജയത്തിൻ്റെ കൊടിയാണ്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ജയത്തിൻ്റെ കൊടി കർത്താവ് ഉയർത്തും. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു, സംഗീതത്തിലേക്ക് വരുമ്പോൾ സംഗീതം 121, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1, യോഹന്നാൻ 11:41. നോക്കൂ, യോഹന്നാൻ 17:41. ഞാൻ ഇത് പറഞ്ഞിട്ട് കർത്താവായ യേശു മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി. വായിച്ചാട്ടെ, യോഹന്നാൻ 17:1. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അതൊരു നാഴിക എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മരണത്തെ കാണിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ കാനാവിലെ വീട്ടിൽ വെച്ച് പറയുന്നുണ്ട്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അർത്ഥം, എൻ്റെ മരണം ഇതുവരെ ആയിട്ടില്ല. എന്നാൽ യോഹന്നാൻ 13 പറയുന്നു, നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്. യോഹന്നാനിൽ നാഴിക അല്പം വേദനിപ്പിക്കുന്ന ഒരു പദമാണ്, മരണമാണ്. യേശു കർത്താവ് 17-ാം അധ്യായത്തിൽ തൻ്റെ മരണത്തിൻ്റെ സമയം അടുത്തു എന്നറിഞ്ഞിട്ട് നോക്കൂ, സ്വർഗത്തേക്ക് നോക്കി. അപ്പോൾ പ്രാർത്ഥനയുടെ മറ്റൊരു ശരീരഭാഷയാണ് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. അത് നമ്മൾ സംഗീതം 121 കാണുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന്? അപ്പം പർവ്വതങ്ങളിലേക്ക് കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുക. 1, കരം ഉയർത്തി പ്രാർത്ഥിക്കുക. 2, കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. അതൊരു പ്രാർത്ഥനയുടെ ശരീരഭാഷയാണ്. കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുക. വീണ്ടും നാം മുമ്പോട്ട് പോകുമ്പം കാണുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നു എന്ന് കാണും. 1 ശമൂവേൽ 1:26. കുഞ്ഞുമായിട്ട് ശമൂവേൽ ബാലനുമായിട്ട് ദേവാലയത്തിൽ വരുമ്പോൾ ഹന്ന പറയുന്നൊരു വാക്കുണ്ട്, യജമാനെ. വായിച്ചാട്ടെ, 1 ശമൂവേൽ. യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഇവിടെ നിന്നിരുന്ന സ്ത്രീ ഞാനായിരുന്നു. അപ്പൊ നാം അവിടെ കാണുന്നു, അവർ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചു? നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്തിനാ നമ്മൾ നിൽക്കുന്ന ബഹുമാനമാണ്, ആദരവാണ്. നമുക്കറിയാം, മൂത്തവരൊക്കെ വരുമ്പോൾ ഭാരതീയ പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, മൂത്തവർ വരുമ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. നാളെ ഫാദേഴ്സ് ഡേ ആണ്. അപ്പനൊക്കെ കയറി വരുമ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. അതൊരു മര്യാദയുടെ ഭാഗമാണ്. ഒരു ദൈവദാസൻ വരുമ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. എന്നെ അത് പഠിപ്പിച്ച ഒരു ദൈവദാസനുണ്ട്, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്.
ഞങ്ങൾ പലയിടത്തും ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ ഈ കൊച്ചു പിള്ളേരൊന്നും വന്നാൽ അങ്ങനെ എഴുന്നേക്കാറില്ല. പക്ഷെ ഒരു 10 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് വന്നാൽ പോലും എൻ്റെ ആ പ്രിയ സഹോദരൻ എഴുന്നേറ്റ് നിന്ന് കൈ കൊടുക്കും. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചു. അത് ആ കുഞ്ഞിനോടുള്ള ആദരവാണ്. എഴുന്നേൽക്കുക. ഇവിടെ നാം കാണുന്നു, പ്രാർത്ഥിച്ചപ്പോൾ അവർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? എഴുന്നേറ്റ്. അപ്പം കൈ ഉയർത്തുന്നതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. നമുക്കറിയാം, യുദ്ധമൊക്കെ നടക്കുമ്പോൾ ആയുധം താത്തു വെച്ചിട്ട് അവരോട് പറയും, നിങ്ങൾ കൈകൾ എന്ത് ചെയ്യണം? ഉയർത്തണം. ഒരു കാര്യം കൂടെ അവിടെ സമ്മതിക്കുക, ഞങ്ങൾ തോറ്റു, ഞങ്ങൾ നിരാലംബർ, നിരായുധർ, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിക്കുന്നവർ, അവർക്ക് ഈ കര ഉയർത്താനൊക്കത്തുള്ളൂ. ദൈവമേ, ഞങ്ങളുടെ കൈകളിൽ ആയുധങ്ങളൊന്നുമില്ല, ഞങ്ങൾ നിരായുധരാണ്, നിരാലംബരാണ്, ഞങ്ങൾ ദൈവസന്ധിയിൽ മാത്രം വിനയപ്പെടുന്നവരാ. അവർ ദൈവസന്ധിയിൽ കൈ ഉയർത്തും. 2, ദൈവത്തോടുള്ള ബഹുമാനം കൊണ്ട് നാം അറിയാതെ കരങ്ങൾ ദൈവസന്ധിയിൽ നിൽക്കും. അപ്പോൾ പ്രാർത്ഥിക്കാം. എങ്ങനെ? നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവസന്ധിയിൽ നിൽക്കുന്നു. കുറേ പേര് നിന്നിട്ടുണ്ട്. നോക്കൂ, ദിനവൃത്താന്ത പുസ്തകം 2-ാം അധ്യായത്തിൽ 2 ദിനവൃത്താന്തത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ 2 ദിനവൃത്താന്തം 20:5 യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന് മുമ്പിൽ യഹൂദയുടെയും യെരൂശലേമിന്റെ സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞെന്തെന്നാൽ, ആ മധ്യ നിന്നുകൊണ്ട് പറഞ്ഞു. ഒരു വലിയ പ്രതിസന്ധി വന്ന സമയത്ത് യഹോശാഫാത്തും കൂട്ടരും നിൽക്കുകയാണ്. അപ്പൊ ദൈവസന്ധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു നിയോഗമൊക്കെ തോന്നിയാ പ്രാർത്ഥിക്കുമ്പോൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. കരം ഉയർത്തി പ്രാർത്ഥിച്ചു, കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. നിൽക്കുന്ന എപ്പോഴാ? പലരും നിൽക്കാം, ബഹുമാനം കൊണ്ട് നിൽക്കാം. 2, സന്തോഷം വരുമ്പോൾ നമ്മൾ ചാടി എഴുന്നേക്കും. നമുക്കറിയാം, കളികളൊക്കെ നടക്കുമ്പോൾ, സ്പോർട്സൊക്കെ നടക്കുമ്പോൾ, സന്തോഷം വരുമ്പോൾ, അവിടെ ടീം ജയിക്കുമ്പോൾ എന്തിനാ എഴുന്നേൽക്കുക? ആ ടീമിനോടുള്ള സന്തോഷം കൊണ്ടാണ്. അപ്പം ദൈവസന്ധി ബഹുമാനത്തോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് നാം ആരാധിക്കുമ്പോഴൊക്കെ ദൈവസന്ധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. എഴുന്നേറ്റ് നിർത്തി പാട്ട് പാടുന്നതൊക്കെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ട്. എന്തിനാ എഴുന്നേൽപ്പിക്കുന്നേ? എഴുന്നേൽപ്പിക്കുന്ന ഒറ്റ അർത്ഥത്തിലാണ്, ദൈവത്തോടുള്ള ബഹുമാനം കൊണ്ട്. മക്കളില്ലാത്ത ഹന്ന, നിന്ദിക്കപ്പെട്ട ഹന്ന ദൈവസന്ധി വന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഏറ്റവും ദാൻ മുതൽ ബേർശബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്ന ശമൂവേൽ ബാലനെ തനിക്ക് കൊടുത്തു. ഇന്ന് ഹന്ന ഓർക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്ധി നിന്നുകൊണ്ട് കഴിക്കുന്ന സങ്കടയാചന കാലം മറന്നാലും കാലത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ ദൗത്യ നിയോഗങ്ങളായിട്ട് മാറും. ഇന്നും ശമൂവേലിനെ ഓർക്കുന്നു. ഇന്നും ജനിക്കുന്ന മക്കൾക്ക് സാമെന്നും ശമൂവേലെന്നും ഒക്കെ പേരിടാൻ കാര്യം എന്താ? ഹന്ന നിന്നതാ. മാതാപിതാക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ മക്കൾക്ക് വേണ്ടി നിന്ന ഒരു കാര്യം ഉറപ്പാ, ആ മക്കൾ ദൈവത്തിന് വേണ്ടി നിൽക്കും. നിന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറിച്ചിട്ടോ കാലം കഴിയും, നാം കാണും അവർ തമ്പുരാന് വേണ്ടി നിൽക്കുന്നത്. ഒരു നിമിഷം നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നിന്ന് പ്രാർത്ഥിച്ച, ഞാൻ ഇവിടെ നിന്ന യജമാനെ, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്ന ആ സ്ത്രീ ഞാനാ. ഇന്ന് കുഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. മക്കൾക്ക് വേണ്ടി ദൈവസന്നിധി നിന്ന അമ്മ അന്ന, പിന്നെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന അമ്മ മറിയം. മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളവരെല്ലാം എഴുന്നേറ്റ് നിന്നാട്ട് ഒരു വാക്കും കൂടെ അങ്ങ് എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. നാം ദൈവസന്ധി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന അവർ ദൈവസന്ധി നിൽക്കും. ഇന്നിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. എൻ്റെ മോനെ, എൻ്റെ മോനെ, ആ മോൻ്റെ പേരൊക്കെ എഴുതിയിട്ടെ. ഇന്നവർ ചിലപ്പം നമുക്കിഷ്ടമില്ലാത്തടത്ത് നിൽക്കുകയായിരിക്കാം, നിൽക്കേണ്ടതുപോലെ നിൽക്കുന്നില്ലായിരിക്കും. പക്ഷെ ഹന്ന നിന്നു, ശമൂവേലും നിന്നു. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ദാൻ മുതൽ ബേർശബ വരെ വിശ്വസ്ത പ്രവാചകനായി നിർത്തിയെങ്കിൽ വളരെ ശാന്തമായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ മക്കളുടെ പേര് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച്. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പേര് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച്
മക്കളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ദാമ്പത്യത്തിൽ ഇതുവരെയും മക്കളായിട്ടില്ലെങ്കിൽ, അപ്പ ഞങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞിനെ നിന്റെ സന്നിധി കൊണ്ടുവരാ നിന്ന് പ്രാർത്ഥിച്ചു. രാത്രി പ്രാർത്ഥന ഉയരട്ടെ. ഓരോ കുഞ്ഞിന് വേണ്ടിയും പ്രാർത്ഥിച്ച് ഉറപ്പ് ഡേറ്റ് കുറിച്ചിട്ടു. ജൂൺ മാസം 18-ാം തീയതി കൊട്ടാരക്കരയുള്ള ഈ ദൈവസഭയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി. കാലം കഴിയും, കർത്താവ് വരാൻ താമസിച്ച അവർ നിൽക്കും ദൈവത്തിന് വേണ്ടി. പിതാവേ, ഇപ്പോൾ ഈ മാതാപിതാക്കൾ എളിയവരുടെ ആഹ്വാനത്തിന് മുമ്പിൽ വചനത്തെ വിശ്വസിച്ച് നിന്നുകൊണ്ടൊരു ഹന്ന പ്രാർത്ഥിച്ചതുപോലെ അവ പ്രാർത്ഥിക്കുന്ന മക്കൾ ദൈവരാജ്യത്തിൽ നിൽക്കണേ, ശക്തരായി നിൽക്കണേ, അഭിഷേകത്തോടെ നിൽക്കണേ, അധികാരത്തോടെ നിൽക്കണേ, വിശുദ്ധരായി നിൽക്കണേ. ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകരായി നിൽക്കണേ. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ